ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ പരന്ന സുഗന്ധം എന്ന നോവലാണ്. നോവലിൻ്റെ 20ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് എല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോകുമല്ലേ? ശരി മാഡം, ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സ്റ്റേഷനിലേക്ക് പറയണം. ഉടൻ ഞാൻ വന്നോളാം, ചക്രവാണി പറഞ്ഞു. താങ്ക് യു സർ. സുരഭി അയാളെ തൊഴുതു. ഒന്ന് പുഞ്ചിരിച്ചിട്ട് ചക്രവാണിയും പോലീസുകാരും ചെന്ന് ജീപ്പിൽ കയറി. അതിനു മുമ്പേ വിജയലക്ഷ്മിയെയും കൊണ്ട് രാഹുൽ രക്ഷപ്പെട്ടിരുന്നു. സുരഭി തിരിഞ്ഞു നോക്കിയപ്പോൾ മായ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ചേച്ചി അല്ലെങ്കിൽ പിന്നെ ആരാണ് പോലീസിനെ വിളിച്ചത്? അവൾ ചോദിച്ചു. എനിക്കറിയില്ല മായേ, സുരഭി പറഞ്ഞു. ഗാരയ്ക്കന്ന് സർജറി വിഭാഗത്തിലായിരുന്നു ഡ്യൂട്ടി. രോഗികളുടെ ബാഹുല്യം കാരണം അവൾക്ക് നേരെ ചൊവ്വയൊന്ന് ശ്വാസം വിടാൻ പോലും സമയം കിട്ടിയില്ല. മൊബൈൽ ബെല്ലടിച്ചെങ്കിലും അവളത് എടുത്തു നോക്കിയില്ല. വീട്ടിൽ നിന്നും അമ്മയായിരിക്കുമോ എന്ന് ഓർമ്മ വന്നപ്പോൾ അവൾ ബാഗിൽ നിന്നും മൊബൈൽ എടുത്തു നോക്കി. സുരഭിയുടെ 2 മിസ്ഡ് കോളുകൾ അപ്പോഴാണ് അവൾ കണ്ടത്. 2 മിനിറ്റ് കഴിഞ്ഞ് ഇനി രോഗിയെ അകത്തേക്ക് വിട്ടാൽ മതിയെന്ന് അവൾ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിനോട് നിർദ്ദേശം കൊടുത്തു. എന്നിട്ട് സുരഭിയെ വിളിച്ചു. നീ ബിസിയിലാണോ മോളെ? ഇന്ന് വാർഡിലല്ല അമ്മേ ഡ്യൂട്ടി, ഒ പിയിലാണ്. അമ്മ പറ. മോളെ, നീ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നോ? സർക്കിൾ ഇൻസ്പെക്ടറും 2 പോലീസുകാരും ഒന്ന് വീട്ടിൽ വന്നു. രാഹുലേട്ടനുണ്ടായിരുന്നോ അവിടെ? അവൾ ചോദിച്ചു. ഉണ്ടായിരുന്നു. തക്ക സമയത്താണ് അവർ വന്നത്. പോലീസിനെ കണ്ടപ്പോൾ അവൻ്റെ ഗ്യാസ് പോയി. അപ്പോൾ തന്നെ വലിയമ്മച്ചയും കൊണ്ട് അവൻ സ്ഥലം വിട്ടു. അതെയോ? ഞാൻ ഈ കാര്യം ഇവിടെ ധന്യയോടും രോഷിനിയോടും ഇന്നലെ പറഞ്ഞായിരുന്നു. രോഷിനിയുടെ പപ്പയുടെ ഒരു ബന്ധുവാണ് ആലപ്പുഴ SP. അവൾ പപ്പയെ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഇത്ര വേഗം നടപടി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഗാഥ പറഞ്ഞു. നിന്നോട് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു മായയും ഞാനും. ഇനി ഒട്ടും വൈകണ്ട, വേഗം വന്നോളൂ. എന്തായാലും ഇവിടെ വരുമ്പോൾ ഉച്ച കഴിയും. നാളെ രാവിലെ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ പോയാൽ മതി. ഒരാഴ്ചത്തെ ജോയിനിങ് ടൈമുണ്ട്. അതുകൊണ്ട് 2 3 ദിവസം കഴിഞ്ഞ് ചെന്നാലും മതി. എന്നാലും നാളെ തന്നെ പോകാം. എന്തായാലും വലിയ ആശ്വാസമായി മോളെ പോലീസ് വന്നത്. രക്തബന്ധമുള്ളവർ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും? അച്ഛൻ്റെ സഹോദരി മകനുമല്ലേ എന്ന സെൻറ്റിമെൻറ്റ്സ് കാരണം അമ്മ മടിക്കും. പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യാൻ എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ പല്ലിന് പല്ല്, നഖത്തിന് നഖം, ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന എൻ്റെ പോളിസി. നമ്മൾ 2 പെണ്ണുങ്ങളോട് എന്തു ആകാമെന്ന വിചാരമുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമല്ലോ, ഗാഥ പറഞ്ഞു. ശരി മോളെ, വന്നിട്ട് ബാക്കി പറയാം. ശരിയമ്മേ. ഗാഥ കോള് കട്ട് ചെയ്തു. രോഷിനിയുടെ പപ്പയെ വിളിച്ചൊരു താങ്ക്സ് പറയണം അവൾ തീരുമാനിച്ചു. ഡ്യൂട്ടി കഴിയട്ടെ, ഇനി അച്ഛൻ്റെ വീട്ടുകാരുടെ ഉപദ്രവം ഉണ്ടാവുകയില്ലെന്ന് പ്രതീക്ഷിക്കാം. അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ സൂരജ് അവിടെ ഉണ്ടായിരുന്നു. പ്ലേറ്റിൽ ചോറും കറികളും വാങ്ങി അവൾ അയാളുടെ അടുത്ത് ചെന്നിരുന്നു. വീട്ടിൽ പോയ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ? അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. പ്രത്യേകിച്ചൊന്നുമില്ല. പതിവ് പോലെ ഓടിച്ചെന്ന് അമ്മയുടെ അടുത്ത് കുറേ നേരം ഇരുന്നു. വീട്ടിൽ ചെന്ന സകലതും മറക്കും. ഹോസ്പിറ്റലിൻ്റെ കാര്യം മനസ്സിലേക്ക് വന്നതേയില്ല, സൂരജ് പറഞ്ഞു. എന്നെയും മറന്നോ? കുസൃതിയോടെ അവൾ ചോദിച്ചു. ഓർക്കാതിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് രാപ്പകലില്ലാതെ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഒരു ടെൻഷനും ഇല്ലല്ലോ വീട്ടിലാണെങ്കിൽ. അമ്മ ഇന്ന് വരും, മായിയും ഒപ്പമുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇനി രുചികരമായ ഒരു പിടി ചോറുണ്ണാനുള്ള സാഹചര്യം തെളിഞ്ഞു. മീൻകറി മസ്റ്റാണ്, അയാൾ പറഞ്ഞു. മീൻകൊതിയനാണല്ലേ? അവൾ കളിയാക്കി. ഇവിടുത്തുകാർ മീൻകറിയിൽ കുടംപുളി ഉപയോഗിക്കാറില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. കുടംപുളി ഇട്ട് വയ്ക്കുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? അവർ കളിയും ചിരിയുമായി ഭക്ഷണം കഴിച്ചു. മനീഷയെ ഡിസ്ചാർജ് ചെയ്തോ? പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ ഗാഥ ചോദിച്ചു. ഇല്ല, ഇന്ന് വിടും. ഊണ് കഴിച്ചിട്ട് വാർഡിലേക്ക് പോകണം. സേതുവങ്ങളും വരുമെന്ന് പറഞ്ഞു. എനിക്കും വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സാരമില്ല, നമുക്കൊരു ദിവസം അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണാം, അയാൾ സമാധാനിപ്പിച്ചു. അത് മതി. ഭക്ഷണം കഴിച്ചിട്ട് അവർ 2 വഴിക്ക് പിരിഞ്ഞു. ഗാഥ ഒ പിയിലേക്കും സൂരജ് സർജറി ഫീമെയിൽ വാർഡിലേക്കും. അയാൾ ചെന്നപ്പോൾ വാർഡിന് വെളിയിൽ സേതുമാധവനും ഗോപികൃഷ്ണനും ദേവികയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി താമസമുണ്ടോ സൂരജ്? സേതുമാധവൻ ചോദിച്ചു.
ഇല്ല എങ്കിലേ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഡ്യൂട്ടി ഡോക്ടറെ കണ്ട് ചോദിച്ചിട്ട് വരാം, സൂരജ് പറഞ്ഞു. ശരി. സൂരജ് വാർഡിലേക്ക് കയറിപ്പോയി. നല്ല പയ്യൻ. സേതുവേട്ടൻ എങ്ങനെ ഡോക്ടർ സൂരജിനെ പരിചയം? ദേവിക ചോദിച്ചു. എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ ഒരു നിമിഷം സേതുമാധവനൊന്ന് പകച്ചു നിന്നു. സുരഭിയുടെ കാര്യം പറയണോ? എൻ്റെ ഒരു പഴയ ക്ലാസ്മേറ്റിൻ്റെ മകള് ഇവിടെ MBBS കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. ഗാഥ എന്നാണ് പേര്. ഗാഥ വഴിയാണ് എനിക്ക് സൂരജിനെ പരിചയം. ദേവിക അപ്പോൾ ഗോപികൃഷ്ണനെ ഒന്ന് നോക്കി. നല്ല ഫാമിലി ആണെങ്കിൽ നമുക്ക് ദീപികയ്ക്കൊന്ന് ആലോചിക്കാമായിരുന്നു, അവൾ പറഞ്ഞു. ഗോപികൃഷ്ണൻ്റെ ഇളയ സഹോദരിയുടെ മകളാണ് ദീപിക. അവൾ പഞ്ചാബിൽ അവസാന വർഷം മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. ഗോപികൃഷ്ണൻ മൂളി. സമയം കിട്ടുമ്പോൾ സൂരജിൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് ഒന്ന് തിരക്കി വെക്കണേ, ദേവിക പറഞ്ഞു. ചോദിക്കാം, അവളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സേതുമാധവൻ പറഞ്ഞു. എവിടാ സൂരജിൻ്റെ വീട്? ഗോപികൃഷ്ണൻ ചോദിച്ചു. അമ്പലപ്പുഴയിലാണ്, വേറെ ഡീറ്റെയിൽസൊന്നും അറിയില്ല, സേതുമാധവൻ പറഞ്ഞു. അമ്പലപ്പുഴയിലോ? ആശ്ചര്യത്തോടെ ഗോപികൃഷ്ണൻ ചോദിച്ചു. അമ്പലത്തിൻ്റെ അടുത്താണെന്നാണ് പറഞ്ഞത്. എങ്കിലും ഒരു ദിവസം നമുക്ക് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ ഒന്ന് കാണാൻ പോകണം. അന്നേരം സൂരജിൻ്റെ വീട്ടിലൊന്ന് കയറാം, ദേവിക പറഞ്ഞു. ദീപികയുടെ പഠിത്തം കഴിയട്ടെ, അത് കഴിഞ്ഞ് മതിയല്ലോ കല്യാണം ആലോചിക്കുന്നത്. ആ കുട്ടിക്ക് PG കോഴ്സിന് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലോ? സേതുമാധവൻ അല്പം ഒന്ന് നിരാശപ്പെടുത്തി. കല്യാണം കഴിഞ്ഞും പഠിക്കാമല്ലോ സേതുവേട്ടാ. നല്ല പ്രപ്പോസൽ വന്നാൽ അത് എത്രയും വേഗം നടത്തണം. കൈവിട്ടു പോയാൽ പിന്നെ കിട്ടിയെന്ന് വരില്ല. പക്ഷെ അല്പം വൈകിയാലും കോഴ്സിന് ചേരാൻ പറ്റുമല്ലോ, ദേവിക പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സൂരജിനോടൊപ്പം മനീഷയും പ്രിയദർശിനിയും വാർഡിൽ നിന്നും ഇറങ്ങി വന്നത്. ദാ അവർ വരുന്നുണ്ട്, ദേവിക പറഞ്ഞു. മനീഷയ്ക്ക് നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സൂരജ് ഒരു കൈകൊണ്ട് അവളുടെ കയ്യിൽ ബലമായി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഗോപികൃഷ്ണൻ അത് നോക്കി ഒരു നിമിഷം നിന്നു. കഴിഞ്ഞോ എല്ലാം? അവരടുത്ത് വന്നപ്പോൾ സേതുമാധവൻ ചോദിച്ചു. യെസ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ വീണ്ടും വരണം. കൂടെ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും കരുതണം. ഒന്നും ഉണ്ടാവില്ല. ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് കോളേജിൽ പോയാൽ മതി, സൂരജ് പറഞ്ഞു. അയ്യോ, ഒരാഴ്ചയോ? ഇപ്പോൾ തന്നെ ഒരാഴ്ചത്തെ ക്ലാസ് പോയി, വിഷമത്തോടെ മനീഷ പറഞ്ഞു. ക്ലാസ്സല്ലേ പോയുള്ളൂ, ജീവൻ തിരിച്ചിട്ടല്ലോ, അതല്ലേ മോളെ പ്രധാനം. ദേവിക അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. വീട്ടിൽ ചെന്നാലും ദിവസം 1 മണിക്കൂറെങ്കിലും നടക്കണം. കയ്യിലെ പ്ലാസ്റ്റർ കട്ട് ചെയ്യിക്കാൻ ഇവിടെ തന്നെ വരണം. ഡേറ്റ് ആവുന്നതിന് മുമ്പേ അത് ചെയ്യരുത്, സൂരജ് പറഞ്ഞു. ഞങ്ങളുടനെ ബാംഗ്ലൂർക്ക് പോകുന്നില്ല, തൽക്കാലം ഇവിടെ തന്നെ കാണും. ഞങ്ങൾ തന്നെ മോളെയും കൊണ്ട് വരാം, ദേവിക പറഞ്ഞു. അപ്പോൾ ഇനി സമയം കളയണ്ട, സൂരജ് പറഞ്ഞു. അയാൾക്ക് വാർഡിലേക്ക് പോകാൻ തിരക്കുണ്ടായിരുന്നു. പ്രിയദർശിനി അവരുടെ സംസാരം കേട്ടു നിന്നതേയുള്ളൂ. സൂരജിൻ്റെ കയ്യിൽ നിന്നും മനീഷയുടെ എയർ ബാഗ് ഗോപികൃഷ്ണൻ വാങ്ങി കാറിൽ വെച്ചു. നെയ്യാറ്റിൻകരക്കല്ലേ? സേതുമാധവൻ ചോദിച്ചു. അതെ. സമയം കിട്ടുമ്പോൾ സേതുവേട്ടൻ അങ്ങോട്ടൊന്ന് കടക്കണേ, ദേവിക പറഞ്ഞു. വരാം. സൂരജിനോടും നന്ദി പറഞ്ഞ് ദേവികയും പ്രിയദർശിനിയും മനീഷയും കൊണ്ട് കാറിൽ ചെന്ന് കയറി. സേതുമാധവൻ വന്ന കാറ് അല്പം മാറി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാറിലേക്ക് കയറും മുമ്പ് സൂരജിൻ്റെ അടുത്തേക്ക് ഗോപികൃഷ്ണൻ വന്നു. താങ്ക് യു, സൂരജിൻ്റെ കൈ പിടിച്ച് അയാൾ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ സർ. അമ്പലപ്പുഴയാണ് വീടല്ലേ? അതെ, എൻ്റെ വീട് കരുവാറ്റയിലാണ്, ഗോപികൃഷ്ണൻ പറഞ്ഞു. കരുവാറ്റ? എനിക്കത് പരിചയമില്ല, അതുവഴി ബസ്സിൽ പോകാറുണ്ടെങ്കിലും, സൂരജ് പറഞ്ഞു. അമ്പലപ്പുഴയിൽ ഞാൻ വന്നിട്ടുണ്ട്. സൂരജിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? കൈവിടാതെ ഗോപികൃഷ്ണൻ ചോദിച്ചു. സൂരജ് ഒരു നിമിഷം നിശബ്ദനായി നിന്നു. സൂരജിൻ്റെ പ്രകാശം മങ്ങിയത് മുട്ടെന്ന് ഗോപികൃഷ്ണൻ കണ്ടു. എനിക്ക് അച്ഛനില്ല സർ, അമ്മ മാത്രമേ ഉള്ളൂ. ഉടനെ തന്നെ പ്രസന്നഭാവം വീണ്ടെടുത്ത് സൂരജ് പറഞ്ഞു. അച്ഛനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഓർമ്മ വയ്ക്കും മുമ്പേ. ഓ, ഐ ആം സോറി. എനിക്കും ഏതാണ്ട് അതേ അനുഭവമാണ്. അച്ഛനെ കണ്ട നേരിയ ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. സൂരജ് ഒന്നും മിണ്ടിയില്ല. ശരി, ഞാൻ നെയ്യാറ്റിൻകരയ്ക്ക് പോവുകയാണ്. പക്ഷെ നാളെ തന്നെ തിരിച്ചു പോരാനാണ് സാധ്യത. ഭാര്യ വീട്ടിലെ താമസം ബോറാണോടോ. സൂരജിൻ്റെ മൂഡ് മാറ്റാൻ വേണ്ടിയാണ് ഗോപികൃഷ്ണൻ തമാശ പറഞ്ഞത്. അതിന് ഫലമുണ്ടാവുകയും ചെയ്തു. സൂരജിന് ചിരി വന്നു. ഇവിടെ സേതുവിൻ്റെ ഫ്ലാറ്റിൽ വേറെ ആരും ഇല്ലല്ലോ. ഞങ്ങൾ വലിയ കമ്പനിയാണ്. ഞാനവൻ്റെ കൂടെ കൂടും.
ഗോപികൃഷ്ണൻ പറഞ്ഞു. മനീഷയും അമ്മയും അമ്മൂമ്മയും കാത്തിരിക്കുകയാണല്ലോ എന്ന കാര്യം സൂരജിന് ഓർമ്മ വന്നു. ശരി സാർ, പിന്നെ കാണാം, അയാൾ പെട്ടെന്ന് പറഞ്ഞു. സിറ്റിയിൽ വരുമ്പോൾ ഞാൻ വിളിക്കാം. സൂരജിനെ കാണണം, നമുക്ക് വീണ്ടും കാണാം. ശരി സാർ. ഗോപികൃഷ്ണൻ യാത്ര പറഞ്ഞ് ചെന്ന് കാറിൽ കയറി. കാർ മുന്നോട്ട് നീങ്ങിയപ്പോൾ മനീഷ കൈ പുറത്തേക്കിട്ട് വീശി. സൂരജും വീശിക്കാട്ടി. സേതുമാധവൻ അപ്പോൾ അയാളുടെ അടുത്തേക്ക് വന്നു. താങ്ക്സ് സൂരജ്. എന്തിനാ അങ്ങളെ താങ്ക്സ് പറയുന്നത്? അത്ഭുതഭാവത്തിൽ അയാൾ ചോദിച്ചു. സൂരജ് ഇല്ലായിരുന്നെങ്കിൽ മനീഷയ്ക്ക് ഇത്രയും നല്ലൊരു പരിചരണം ഇവിടെ കിട്ടില്ലായിരുന്നു. ഇത്രയും വേഗം അവൾക്കിവിടെ നിന്നും സുഖം പ്രാപിച്ചു പോകാനും പറ്റില്ലായിരുന്നു. അങ്കിളെ, എനിക്ക് നന്ദി പറയേണ്ട കാര്യമില്ല, അതാണ് ഞാൻ. മനസ്സിലായി. ആ അർത്ഥത്തിലല്ല സൂരജ് ഞാൻ. ശരി, സമയം കളയുന്നില്ല, വാർഡിലേക്ക് പോകണ്ടേ? സേതുമാധവൻ പറഞ്ഞു. ഞാനിപ്പോൾ ഡ്യൂട്ടിയിലല്ല. ഒരു ദിവസം മനീഷയെ കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്കിളിന് കൂടി ഫ്രീയുള്ള എന്തെങ്കിലും. നമുക്കൊന്നിച്ച് നെയ്യാറ്റിൻകരയ്ക്ക് പോകാം. എന്തായാലും ഒരാഴ്ച മനീഷ വീട്ടിൽ കാണും. അത് കഴിഞ്ഞല്ലേ കോളേജിൽ പോകൂ. അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മ വേണേ. ഇല്ലെങ്കിൽ ഞാൻ അതേക്കുറിച്ചൊന്നും ദേവികാൻ്റിയോട് സംസാരിക്കുകയില്ല, സൂരജ് പറഞ്ഞു. ആരും അതറിയരുതെന്നാണ് അവളുടെ ആഗ്രഹം. കുറേ നാൾ അവൾ സൈക്കാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഗോപികൃഷ്ണനാണ് അവളെ രക്ഷപ്പെടുത്തി നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവന്നത്. മനീഷയ്ക്ക് സംഭവിച്ച ഒരു ആക്സിഡൻറ്റ് ഒരു ക്രിയേറ്റഡ് ആക്സിഡൻ്റ് എന്നാണ് ദേവികയുടെ സംശയം. അതിൻ്റെ പിന്നിലും ചില കഥകളുണ്ട്. അതൊക്കെ എനിക്ക് കാണുമ്പോൾ ഞാൻ പറയാം. ശരിയെങ്കിൽ. സേതുമാധവൻ കാറിൽ കയറി പോയപ്പോൾ സൂരജ് വേഗം വാർഡിലേക്ക് നടന്നു. വൈകുന്നേരം 5 മണി കഴിഞ്ഞ് സുരഭിയും മായയും തിരുവനന്തപുരത്ത് ഉള്ളൂരിലെത്തിയപ്പോൾ ഗാഥയും ധന്യയും രോഷിയും അപ്പോൾ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിലായിരുന്നു. മോളെ, ഞങ്ങളിവിടെ അപ്പാർട്ട്മെൻറ്റിലെത്തി, കാറിലിരിക്കുകയാണ്, ഗാഥയെ വിളിച്ച് സുരഭി പറഞ്ഞു. നേരെ മുകളിലേക്ക് പോയിക്കോ. നമ്മുടെ ഫ്ലോറിൻ്റെ വാതിലിന് വെളിയിൽ 3 പ്ലാസ്റ്റിക് പോട്ടുകളിൽ ഓർക്കിഡുണ്ട്. അതിൻ്റെ നടുവിലുള്ള പോട്ടിൻ്റെ ചൂട്ടിൽ ഒരു ചെറിയ പേപ്പർ കവർ വെച്ചിട്ടുണ്ട്. അതിൽ താക്കോലുണ്ട്. ഗാഥ പറഞ്ഞു. നിങ്ങളെപ്പോൾ വരും മോളെ? എന്തായാലും 7 മണി കഴിയും. കിച്ചണിൽ അത്യാവശ്യം സാധനങ്ങൾ കാണും. ചായ ഉണ്ടാക്കി കുടിക്കുക, വേറൊന്നും ചെയ്യണ്ട. രാത്രിയിൽ കഴിക്കാനുള്ളത് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാം. ശരി മോളെ, ധൃതി പിടിച്ച് വരികയൊന്നും വേണ്ട, ഞങ്ങൾക്കിവിടെ പ്രോബ്ലമൊന്നുമില്ല. സുരഭി കോള് കട്ട് ചെയ്തു. നഗരവും ട്രാഫിക്കിലെ ശബ്ദവും ആ ഒരു ബാഹുല്യവും ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളൊക്കെ കണ്ട് പകച്ചിരിക്കുകയായിരുന്നു മായ. എവിടെയാണോ ഗാഥമോള് താമസിക്കുന്നത്? 16 നില അപ്പാർട്ട്മെൻറ്റ് കെട്ടിടം കണ്ട് അത്ഭുതത്തോടെ അവളെ ചോദിച്ചു. താഴെയല്ല, നമുക്ക് മുകളിൽ പോകണം. ഗസ്റ്റ് പാർക്കിംഗ് ഏരിയയിൽ കാറിട്ടിട്ട് സ്യൂട്ട് കേസും ബാഗും എടുത്ത് ലിഫ്റ്റിന് നേർക്ക് സുരഭി നടന്നു. പിന്നാലെ മായ ചെന്നു. മറ്റു ഫ്ലാറ്റുകളിലെ താമസക്കാർ പോവുകയും വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആരും ആരെയും ശ്രദ്ധിച്ചതേയില്ല. ലിഫ്റ്റിൽ കയറി ഡോർ അടഞ്ഞപ്പോൾ മായ ചെറുതായെന്ന് ഞെട്ടി. ലിഫ്റ്റ് മുകളിലേക്ക് വരുന്നപ്പോൾ പേടിച്ച് അവൾ സുരഭിയുടെ കൈത്തണ്ടയിൽ ഒന്ന് പിടിച്ചു. സുരഭി പുഞ്ചിരിച്ചതേയുള്ളൂ. ഒടുവിൽ ലിഫ്റ്റ് നിന്നു. ഡോറ് തുറന്നപ്പോൾ അവൾ വെളിയിലേക്ക് ഇറങ്ങി. ഗാഥ പറഞ്ഞതുപോലെ അവരുടെ ഫ്ലാറ്റിൻ്റെ വാതിലിന് വെളിയിൽ പ്ലാസ്റ്റിക് ചട്ടികളിൽ 3 ഓർക്കിഡ് ചെടികൾ പൂത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നടുവിലെടുത്ത ചട്ടിയുടെ കീഴിൽ നിന്നും സുരഭി താക്കോൽ കണ്ടെത്തി. വെച്ചിട്ട് പോയാൽ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് തുറക്കത്തിൽ ചേച്ചി? ശബ്ദം താഴ്ത്തി മായ ചോദിച്ചു. ആരെങ്കിലും കണ്ടാലല്ലേ? ഇന്നൊരു ദിവസത്തേക്കല്ലേ ഉള്ളൂ, വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടല്ലേ. സുരഭി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ചേച്ചി, ഇവിടെ ചൂലുണ്ടല്ലോ. ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ മായ ചോദിച്ചു. കാണും, നീ വന്നതല്ലേ ഉള്ളൂ മായേ. ജോലിയിൽ പ്രവേശിക്കാൻ അല്പനേരം കൂടി കഴിയട്ടെ, ചിരിച്ചുകൊണ്ട് സുരഭി പറഞ്ഞു. മായ അവളുടെ ബാഗ് ഡൈനിങ് ടേബിളിന് സമീപം കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ വേഷം പോലും മാറാതെ അവൾ നേരെ കിച്ചണിലേക്കാണ് പോയത്. അവൾ കിച്ചണും ഷെൽഫും സകല ഡബ്ബകളും പാത്രങ്ങളും തുറന്നു പരിശോധിച്ചു. ചേച്ചി, ചായ ഉണ്ടാക്കാം, ഫ്രിഡ്ജിൽ പാലുണ്ട്, അവൾ വന്ന് പറഞ്ഞു. ചായ കുടിക്കാൻ സുരഭിക്കും ആഗ്രഹമുണ്ടായിരുന്നു. ശരിയുണ്ടാക്ക്, ചായയിൽ ഉദ്ഘാടനം നടത്താം, സുരഭി പറഞ്ഞു. ചിരിച്ചുകൊണ്ട് മായ വീണ്ടും കിച്ചണിലേക്ക് പോയി.
സേതുമാധവനെ ഒന്ന് വിളിച്ചാലോ എന്ന് അപ്പോഴാണ് സുരഭിക്കൊരു ചിന്ത വന്നത്. താൻ തിരുവനന്തപുരത്തെത്തിയെന്ന് വിവരം അറിയിക്കണമല്ലോ. അവൾ മൊബൈലെടുത്ത് സേതുമാധവനെ വിളിച്ചു. ഹലോ സുരഭി. അയാൾ ഉടനെ കോളെടുത്തു. കുറച്ചു മുമ്പ് ഞാനിവിടെ എത്തി. മോളുടെ ഫ്ലാറ്റിലുണ്ട്. വെരി ഗുഡ്. എന്നാണ് പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്യുന്നത്? നാളെ രാവിലെ പോകുമെന്ന് വിചാരിക്കുന്നു, അവൾ പറഞ്ഞു. ഉള്ളൂരിൽ നിന്നും ഇവിടെ വരെ വരണ്ട. രാവിലത്തെ ട്രാഫിക് ഭയങ്കരമാണ്. അരമണിക്കൂർ എടുക്കും ഓഫീസിലെത്താൻ, അയാൾ പറഞ്ഞു. അതിനെന്താ, കുറച്ച് നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതിയല്ലോ. 5 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ഒരു സ്ഥലമുണ്ട് താമസിക്കാൻ. അതെവിടെയാണ്? കൗതുകത്തോടെ സുരഭി ചോദിച്ചു. ഇവിടെ കവടയാറിലാണ് എൻ്റെ ഫ്ലാറ്റ്. 5 മിനിറ്റിനുള്ളിൽ. അവൾ അറിയാതെ ഒന്ന് ലജ്ജിച്ചു. ബാഗും എടുത്ത് നേരെ അങ്ങ് വന്നാൽ മതി. ചില ചടങ്ങുകളൊക്കെ അല്ലേ, അവൾ അറിയാതെ പറഞ്ഞു. ആരും അറിയാതെ വരണമെന്ന് എനിക്കും ആഗ്രഹമില്ല. ഇപ്പം നല്ല സമയമാണെന്ന് തോന്നുന്നു. ബന്ധുക്കളെന്ന് പറയാൻ ചില അടുത്ത ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. അതാരാണ്? ഗാതമോള് ചിലപ്പോൾ പറഞ്ഞു കാണുമല്ലോ. മനീഷയും അവളുടെ മമ്മിയും ഡാഡിയും ഒക്കെ ഓരോ നിമിത്തമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. മനീഷയെക്കുറിച്ച് മോള് പറഞ്ഞിരുന്നു. ആക്സിഡൻ്റ് ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ സൂരജ് അവിടെ ഉണ്ടായിരുന്നല്ലോ. അത് വലിയ സഹായമാണ് സൂരജിൽ നിന്നും കിട്ടിയത്. സുരഭിയിൽ കൂടിയാണല്ലോ സൂരജിനെ പരിചയപ്പെടാനിടയത്. ഒക്കെ ഓരോരോ നിമിത്തങ്ങൾ അല്ലേ? അതെ, സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. എൻ്റെ അനുഭവം അങ്ങനെയാണ് സേതു. ചിലരൊക്കെ എന്നെ ഉപദ്രവിച്ചത് കൊണ്ട് മാത്രമാണ് ഗാതമോളുടെ കൂടെ താമസിക്കാൻ എനിക്കിപ്പോൾ ഒരു ഭാഗ്യം കിട്ടിയത്, സുരഭി പറഞ്ഞു. എൻ്റെ അടുത്തേക്ക് വരാൻ സാഹചര്യം ഉണ്ടായതും അല്ലേ? സേതുമാധവൻ ചോദിച്ചു. അതെ, പഠിക്കുന്ന കാലത്ത് ശംഖുമുഖത്തുള്ള ക്ഷേത്രത്തിൽ നമ്മൾ പോയിട്ടുണ്ട്. സുരഭിക്ക് ഓർമ്മയില്ലേ? കൊള്ളാം. അതൊക്കെ മറക്കാൻ പറ്റുമോ സേതു? അവൾ ഉൾപ്പുളകത്തോടെ പറഞ്ഞു. ഇനി നമ്മൾ വീണ്ടും പോകും. നമ്മൾ രണ്ടുപേരും മാത്രമല്ല, ഗാതമോളും കൂട്ടുകാരികളും കാണും, സൂരജും കാണും, ഗോപികൃഷ്ണനും ദേവികയും മനീഷയും പ്രിയദർശിനി ചെറിയമ്മയും കാണും. എൻ്റെ കയ്യിൽ ചരടിൽ കോർത്ത ഒരു താലിയും കാണും. സേതു, അറിയാതെ സുരഭി വിളിച്ചു. എന്തുകൊണ്ടോ അവളുടെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞു. 2 പൂമാലകളും കൊണ്ടുപോകും. നമുക്ക് പരസ്പരം ഹാരമണിഞ്ഞു വരാൻ, സ്വന്തമാക്കാൻ. മതി സേതു, ഇനിയൊന്നും പറയണ്ട. ഇപ്പോൾ തന്നെ സന്തോഷം കാരണം എൻ്റെ ശരീരം തളരുന്നു, അവൾ പറഞ്ഞു. സാരമില്ല, താങ്ങാൻ എൻ്റെ കൈകളുണ്ട്. ശരി, വെച്ചോളൂ. നമുക്കിനി പിന്നെ സംസാരിക്കാം. സേതുമാധവൻ കോള് കട്ട് ചെയ്തു. ആ മധുരാനുഭൂതിയിൽ ലയിച്ച് സുരഭി ഇരിക്കുമ്പോഴാണ് ചായയായിട്ട് മായ വന്നത്. ചേച്ചി ചായ കുടിക്ക്. സുരഭി ചായ വാങ്ങിക്കുടിച്ചുകൊണ്ട് TV ഓൺ ചെയ്തു. പക്ഷേ അവളൊന്നും കണ്ടില്ല, കേട്ടതുമില്ല. സേതുമാധവൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ ഓർത്തെടുത്തുകൊണ്ട് ഇരുന്നതേയുള്ളൂ. 7:30 കഴിഞ്ഞു. ഗാഥയും ധന്യയും രോഷിണിയും എത്തിയപ്പോൾ അപ്പോഴേക്ക് എല്ലാ മുറികളും തൂത്തു തുടച്ച് വൃത്തിയായി കഴിഞ്ഞിരുന്നു മായ. എല്ലാ മുറികളിലും നല്ല അടുക്കും ചിട്ടയും. മായ ചേച്ചി വന്നതിൻ്റെ ഐശ്വര്യം കാണാനുണ്ട്. ധന്യ അവളെ അഭിനന്ദിച്ചു. മായയ്ക്ക് ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാൻ പറ്റില്ല. ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ജോലികൾ അവൾ ഗവേഷണം നടത്തി കണ്ടുപിടിക്കും, സുരഭി പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. കഴിക്കാനുള്ളത് അവർ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് അവരെല്ലാവരും ഒന്നിച്ചിരുന്നു. കുറേ നേരം സംസാരിച്ചു. പിന്നെ ഉറങ്ങാൻ കിടന്നു. രാവിലെ 8 മണിക്ക് മുമ്പേ ഗാഥയും ധന്യയും രോഷിനിയും ഹോസ്പിറ്റലിലേക്ക് പോയി. 9 മണിയായപ്പോൾ ഓഫീസിലേക്ക് പോകാൻ സുരഭിയും തയ്യാറായി. ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ മായേ? സുരഭി അവളോട് ചോദിച്ചു. ഇല്ല ചേച്ചി, ആര് വന്നാലും ഞാൻ കതക് തുറക്കത്തില്ല, ചേച്ചിയോ മോളോ അല്ലാതെ. വരുമ്പോൾ നിൻ്റെ ഫോണിലേക്ക് ഞാൻ വിളിക്കാം. കൃത്യസമയത്ത് തന്നെ ഓഫീസിലെത്തുന്ന സ്വഭാവമാണ് സുരഭിക്കുണ്ടായിരുന്നത്. അത് കാരണം അവൾ അപ്പോൾ തന്നെ സിറ്റിയിലേക്ക് പുറപ്പെട്ടു. സേതു പറഞ്ഞത് ശരിയായിരുന്നു. റോഡിൽ നല്ല ട്രാഫിക്, വാഹനങ്ങൾ എഴിയുന്നു. 6 കിലോമീറ്റർ പോകാൻ 3/4 മണിക്കൂർ എടുത്തു. 10 മണിക്ക് മുമ്പ് മ്യൂസിയത്തിനടുത്തുള്ള പബ്ലിക് ഓഫീസിൻ്റെ മുമ്പിൽ കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. നേരെ മുകൾ നിലയിലേക്ക് ചെന്ന് ചീഫ് എഞ്ചിനീയറുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ആദ്യം കണ്ടത്. സാറ് വരുമ്പോൾ 10:30 അയാൾ പറഞ്ഞു. എന്നാൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം, അവൾ പറഞ്ഞു. ശരി,
അഡ്മിനിസ്ട്രേഷൻ ഓഫീസറെയാണ് സുരഭി ചെന്ന് കണ്ടത്. മാന്യനായ ഒരു മധ്യവയസ്കൻ. സുരഭി ജോയിനിങ് റിപ്പോർട്ട് എഴുതി ഓഫീസിൽ കൊടുത്തേക്കൂ. ഏത് സീറ്റിലേക്കാണ് അലോട്ട് ചെയ്യുന്നതെന്ന് CE ആണ് തീരുമാനിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. താങ്ക് യു സർ. അവൾ എഴുന്നേറ്റ് മുറിയിൽ നിന്നും ഇറങ്ങി. 10:30 ചീഫ് എഞ്ചിനീയർ സുധീർ ബാബു വന്നു. അവൾ അപ്പോൾ തന്നെ അദ്ദേഹത്തെ കാണാൻ ചെന്നു. സുരഭി ഇരിക്കൂ, സൗഹൃദ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു. എതിർവശത്തുള്ള കസേരയിൽ അവളിരുന്നു. അന്ന് വന്നപ്പോൾ കണ്ട ഗൗരവഭാവമോ അപരിചിത്വം നിറഞ്ഞ പെരുമാറ്റമോ അല്ലായിരുന്നു സുധീർ ബാബുവിൽ നിന്നും ലഭിച്ചത്. കാസർഗോഡിനുള്ള ട്രാൻസ്ഫർ, അത് സുരഭി ഒട്ടും അർഹിക്കുന്നതല്ല എന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഞാൻ പോസ്റ്റ് ചെയ്തത്. മോളും ഇവിടെ ഉണ്ടല്ലോ. വളരെ നന്ദിയുണ്ട് സാർ. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാനന്ന് സാറിനെ കാണാൻ വന്നത്, അവൾ പറഞ്ഞു. അതെനിക്ക് തോന്നി. ചിലർ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ട്രാൻസ്ഫറായിരുന്നു അത്. കാര്യം മനസ്സിലാക്കാതെ ഞാനതിൽ ഒപ്പിടുകയും ചെയ്തു. സാറില്ല, സുരഭിയെ ഞാൻ പ്ലാനിങ് ആൻഡ് ഡിസൈൻ സെക്ഷനിലേക്കാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ചാർജ് ആ ലതിക കുമാരിക്കാണ്. അവരെ അസിസ്റ്റൻ്റ് ചെയ്താൽ മതി. ഓഫീസിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്നോട് പറഞ്ഞാൽ മതി. ശരി സാർ, ഓൾ ദ ബെസ്റ്റ്. സുധീർ ബാബുവിനോട് നന്ദി പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി. പ്ലാനിങ് ആൻഡ് ഡിസൈൻ സെക്ഷനിൽ തൊട്ടടുത്ത വിങ്ങിലായിരുന്നു. അവിടെ ചെന്ന് ലതിക കുമാരിയെ കണ്ടു. സീനിയർ ഓഫീസറായിരുന്നു അവർ. സുധീർ ബാബു സാർ പറഞ്ഞിരുന്നു സുരഭി വരുന്ന കാര്യം. വെൽക്കം. ഇവിടെ നമുക്ക് സ്വസ്ഥമായിരുന്നിട്ട് ജോലി ചെയ്യാം, ലതിക കുമാരി പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ തന്നെ സുരഭിക്ക് അവരെ ഇഷ്ടപ്പെട്ടു. അവർ രണ്ടുപേരും പെട്ടെന്ന് കൂട്ടായി. എൻ്റെ ഹസ്ബൻഡ് തുമ്പയിലാണ് വർക്ക് ചെയ്യുന്നത്, വിക്രം സരാഭായ് സ്പേസ് സെൻറ്ററിൽ. സയൻറ്റിസ്റ്റാണ്. മോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫൈനൽ ഇയർ, ലതിക കുമാരി പറഞ്ഞു. സുരഭി അവളെക്കുറിച്ചും മോളെക്കുറിച്ചും പറഞ്ഞു. ഒരു ദിവസം മോളുമൊത്ത് വീട്ടിൽ വരണം. വഴുതക്കാട് വിമൻസ് കോളേജിനടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു ദിവസം വരാം, അവൾ പറഞ്ഞു. നല്ല ഓഫീസ്, നല്ല അന്തരീക്ഷം, സെക്ഷനിലുള്ള സ്റ്റാഫ് എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുന്നവർ. സുരഭിക്ക് സന്തോഷമായി. വൈകുന്നേരം 5 മണിയായപ്പോൾ അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഫ്ലാറ്റിൽ ചെന്നപ്പോൾ മായ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ജോലിയൊന്നും ഇല്ലാത്ത കാരണം ഒരു രസമില്ലായിരുന്നു ചേച്ചി. ഞാൻ പിന്നെ വെറുതെ TV കണ്ടുകൊണ്ടിരുന്നു, അവൾ പറഞ്ഞു. ഒരു രസമില്ലെങ്കിലും ഒരു കാര്യം ചെയ്യാം, നിന്നെ ഹരിപ്പാട് വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. കൂട്ടിന് വിജയമ്മ ചേച്ചിയും വിളിക്കാം. രണ്ടുപേർക്കും കൂടെ സുഖമായിട്ട് കഴിയാം, കളിയായി സുരഭി പറഞ്ഞു. അയ്യോ വേണ്ടായേ, ഈ ബോറടി ഞാൻ സഹിച്ചോളാമേ. മായ കൈയെടുത്ത് തൊഴുതു. സുരഭി അത് കണ്ട് ചിരിച്ചുപോയി. അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചു തന്നാൽ മതി, വേറൊന്നും വേണ്ട, മായ പറഞ്ഞു. അന്ന് വൈകുന്നേരം ഗാഥയും കൂട്ടുകാരികളും വന്നപ്പോൾ സുരഭി ഇക്കാര്യം അവരോടും പറഞ്ഞു. അതിനെന്താ, ഇപ്പം തന്നെ പോയി മേടിക്കാം. മായ ചേച്ചി കൂടെ വേണം, വേഗം ഡ്രസ്സ് ചെയ്തു വാ, ധന്യ പറഞ്ഞു. 5 പേരും കൂടി കാറിൽ അപ്പോൾ തന്നെ ഒരു മാളിലേക്ക് പോയി. അതിൻ്റെ വലിപ്പവും വെളിച്ചവും ആൾത്തിരക്കും കണ്ട് മായ അമ്പരന്നു. ഒരാഴ്ചത്തേക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന അടുക്കള സാധനങ്ങളും പച്ചക്കറിയും മത്സ്യവും മട്ടനും ഒക്കെ വാങ്ങിയാണ് അവർ മടങ്ങിയത്. പിറ്റേന്ന് മുതൽ മായ അവർക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അമ്മ വന്നെന്നറിഞ്ഞപ്പോൾ അമ്മയൊന്ന് കാണണമെന്ന് സൂരജ് പറഞ്ഞു. ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ ഗാഥ പറഞ്ഞു, മറ്റന്നാൾ സൺഡേ അല്ലേ, ഒന്ന് വരാൻ പറ, ഉച്ചയ്ക്ക് ഊണിന് ക്ഷണിക്കാം, അവൾ പറഞ്ഞു. അതാണ് നല്ലത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് സൂരജ് എത്തി. ധന്യയും രോഷ്ണിയും ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു. എന്തായാലും വിജയമാൻ്റിയോടും 2 പേർക്കും നന്ദിയുണ്ടായിരിക്കണം. സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സൂരജ് പറഞ്ഞു. അതെന്താ, ഗാഥ ചോദിച്ചു. ആ ആൻറ്റി കാരണമല്ലേ ഗാഥയ്ക്ക് അമ്മയെവിടെ കിട്ടിയത്. ചില ദുഷ്പ്രവൃത്തികൾക്ക് ഇങ്ങനെയും ചില നല്ല ഫലങ്ങൾ കിട്ടുകയും ചെയ്യും. അത് നേരാ, സുരഭി പറഞ്ഞു. മനീഷയെ കാണാൻ സൂരജ് പോയോ, ഗാഥ തിരക്കി. ഇല്ല, സേതു അങ്കിളിൽ ഫ്രീ ഉള്ള ഒരു ദിവസം പോകാനിരിക്കുകയാണ്. ഒരു രസം കേൾക്കണം. ആദ്യം അങ്കിൾ എന്നോട് പറഞ്ഞത് ഗോപികൃഷ്ണൻ അങ്കിളിൻ്റെ മോളല്ല മനീഷ, 2ാം ഭാര്യയായ ദേവിക ആൻറ്റിയുടെ മകളാണെന്നാണ്, സൂരജ് പറഞ്ഞു. ഞാനതപ്പോൾ വിശ്വസിച്ചു. പക്ഷെ ഗോപികൃഷ്ണൻ അങ്കിൾ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അങ്കിളിൻ്റെ അതേ മുഖച്ഛായയാണ് മനീഷയ്ക്ക്. ഞാൻ ആ കാര്യം സേതു അങ്കിളിനോട് സൂചിപ്പിച്ചു. അന്നേരമാണ് അങ്കിൾ സത്യം പറഞ്ഞത്. ഗോപികൃഷ്ണൻ അങ്കിളിൻ്റെ സ്വന്തം മോളാണ് മനീഷ എന്ന്. പിന്നെന്തിനാ സേതു അങ്കിൾ ആദ്യം മാറ്റി പറഞ്ഞത്,
ഗാഥ ചോദിച്ചു. മനീഷയുടെ അതേ പ്രായത്തിൽ ദേവിക ആൻറ്റിക്ക് ഒരു മോളുണ്ടായിരുന്നു. അച്ഛനും മോളും കൂടി എവിടെയോ പോകുമ്പോൾ മോള് കാർ ആക്സിഡൻറ്റിൽ മരിച്ചു. അതൊരു വലിയ ഷോക്കായിരുന്നു ദേവിക ആൻറ്റിക്ക്. മനോനില തെറ്റി മെൻ്റൽ ഹോസ്പിറ്റലായിരുന്ന ഒരു കൊല്ലത്തോളം. അതോടെ ഭർത്താവ് ഡിവേഴ്സ് നേടിയെടുത്തു. ദുഷ്ടൻ, സുരഭി പറഞ്ഞു. ആ സമയത്താണ് സേതുവങ്ങളും മനീഷയും കൂടി ബന്ധുവായ ഡോക്ടറെ കാണാൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയത്. അവിടെ വെച്ച് മനീഷയെ ദേവിക ആൻറ്റി കണ്ടു. അന്ന് 12-13 വയസ്സേ ഉള്ളൂ മനീഷയ്ക്ക്. ആ കുട്ടിയെ കണ്ടപ്പോൾ വലിയ ആശ്വാസമായി ദേവിക ആൻറ്റിക്ക്. ഡോക്ടറുടെ അഭ്യർത്ഥന അനുസരിച്ച് മനീഷയെ ഇടയ്ക്കിടെ ദേവിക ആൻറ്റിയെ കാണിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ മനീഷയുടെ അമ്മ, രണ്ടാമത്തെ പ്രസവം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഡെലിവറി സമയത്ത് മനീഷയുടെ അമ്മ മരിച്ചു. കുഞ്ഞിനെ കിട്ടിയില്ല. സുരഭിക്ക് സങ്കടമായി. ദേവിക ആൻറ്റി വളരെ പെട്ടെന്ന് റിക്കവർ ചെയ്തു. അവരന്ന് ബാംഗ്ലൂരിലാണ്. ഡോക്ടറുടെ അഭ്യർത്ഥന പ്രകാരം ദേവിക ആൻറ്റിയെ ഗോപികൃഷ്ണൻ അങ്കിള് കല്യാണം കഴിക്കായിരുന്നു. മരിച്ചുപോയ മകൾ തിരിച്ചു വന്നതാണ് മനീഷ എന്നാണ് ആ ആൻറ്റിയുടെ വിശ്വാസം. ആൻറ്റിയുടെ മകളല്ല മനീഷ എന്ന് ഒരിക്കൽ ആരോ പറഞ്ഞത് കേട്ടപ്പോൾ ആൻറ്റി വയലൻ്റായി. അറിയാതെ എൻ്റെ നാവിൽ നിന്നും അങ്ങനെ വല്ലതും ആൻറ്റിയുടെ മുമ്പിൽ വെച്ച് വന്നാലോ എന്ന് ഭയന്നാണ് സേതു അങ്കിള് അങ്ങനെയെന്ന് പറഞ്ഞത്. മനീഷയെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സൂരജ് ഇക്കാര്യം പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ അറിയാതെ ഞാനും അങ്ങനെ വല്ലതും സംസാരിച്ചു പോയെങ്കിൽ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സൂരജിനെ സേതുമാധവൻ വിളിച്ചത്. സൂരജ് എവിടെയാണ്? ഞാനിപ്പോൾ സുരഭി ആൻറ്റിയെ കാണാൻ ഗാഥയുടെ ഫ്ലാറ്റിലുണ്ട്. എന്താ അങ്കിളെ? ഗോപികൃഷ്ണനും ദേവിയും കൂടി കരുവാറ്റയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കായംകുളം കഴിഞ്ഞു. കരുവാറ്റയിലാണല്ലോ ഗോപിയുടെ തറവാട്. അവിടെയും കയറി അമ്പലപ്പുഴ അമ്പലത്തിലും തൊഴുതിട്ടേ വരൂ. കൂട്ടത്തിൽ സൂരജിൻ്റെ വീട്ടിലും കയറുന്നുണ്ട്. വീട്ടിലേക്കുള്ള വഴിയൊന്ന് പറയാമോ? സേതുമാധവൻ ചോദിച്ചു. പറയാം അങ്കിളെ. ഗോപി അങ്കിളിന് എൻ്റെ നമ്പർ കൊടുക്കൂ. അമ്പലപ്പുഴയിൽ ചെന്നിട്ട് എന്നെ വിളിക്കാൻ പറയും. ശരി. സൂരജ് കോള് കട്ട് ചെയ്തു. അധ്യായം 9. കൃഷിഭവനിൽ നിന്നും കിട്ടിയ ചീരത്തൈ അടുക്കളമുറ്റത്തെ തെങ്ങിൻ തടത്തിൽ നടുകയായിരുന്നു സുശീല. സഹായത്തിനായി കൂട്ടുകാരി രജനിയുണ്ടായിരുന്നു. പുതുതായി വന്ന കൃഷി ഓഫീസർ മിടുക്കിയ ചേച്ചി. കണ്ടിട്ട് നമ്മുടെ സൂരജ് മോൻ്റെ പ്രായമേ കാണും. തടം നനയ്ക്കുന്നതിനിടയിൽ രജനി പറഞ്ഞു. എന്താണ് പുതിയ ഓഫീസറുടെ പേര്? സുശീല ചോദിച്ചു. സെലീന ജോസ്. വടശ്ശേരിക്കരയെ വീട്. ഞാൻ കയറി പരിചയപ്പെട്ടു. അന്നേരമായി വിത്തുകളൊക്കെ തന്നെ. നാണിച്ചും മടിച്ചും നിന്നിട്ട് ഒരു കാര്യമില്ല ചേച്ചി. അഭിമാനം നോക്കി പിന്നോട്ട് മാറിയ അടുപ്പിൽ കഞ്ഞി വേവത്തില്ലേ. എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ രജനിയെ വിട്ടാൽ മതി. വില്ലേജ് ഓഫീസിലാണെങ്കിൽ അവൾ വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ട് സംസാരിച്ച് അവരെ കയ്യിലെടുത്ത് കാര്യം നടപ്പാക്കിയിട്ടേ വരൂ. സൂരജ് മോൻ്റെ പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങ് വരത്തില്ലേ. ഇനി 3 മാസം കൂടിയേ കാണത്തുള്ളൂ എന്നാണല്ലോ കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞത്. കോഴ്സ് കഴിഞ്ഞു. അവനിവിടെ വന്നിട്ട് വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ നിയമനം കിട്ടും. അങ്ങോട്ട് പോകേണ്ടി വരും. ചീരത്തടത്തിൽ വെള്ളം തളിച്ചുകൊണ്ട് സുശീല പറഞ്ഞു. ആലപ്പുഴ ഭാഗത്തുള്ള ഏതെങ്കിലും ആശുപത്രി കിട്ടിയാൽ മതിയായിരുന്നു. രജനിയെ ആശിച്ചു. പെട്ടെന്ന് വീട്ടിനുള്ളിൽ നിന്നും മൊബൈൽ ബെല്ലടിച്ചു. തൊഴിലുറപ്പ് സൂപ്പർവൈസർ ശാരദാമണിയായിരിക്കും. അവളൊന്ന് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇവിടെ നില്ലേ, ഞാൻ പോയി ഫോൺ എടുത്തുകൊണ്ട് വരാം. അടുക്കളവാതിൽ വഴി രജനി തിടുക്കത്തിൽ വീട്ടിലേക്ക് കയറിപ്പോയി. നേരിയതിൻ്റെ തുമ്പിൽ കൈകൾ തുടച്ച് സുശീല മുറ്റത്തേക്ക് ചെന്നു. ശാരദാമണിയല്ലേ ചേച്ചി? സൂരജ് മോൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലായിരുന്നോ? ദാണ്ട വിളി വന്നിരിക്കുന്നു. മൊബൈല് സുശീലയെ ഏൽപ്പിച്ചു. എന്താ സൂരജ്, അമ്മ ഇപ്പോൾ എവിടെയാ? അയാൾ ചോദിച്ചു. വീട്ടിലാണ്, അവൾ പറഞ്ഞു. പാലിരിപ്പുണ്ടോ? ഇല്ലെങ്കിൽ രജനി ചേച്ചിയെ വിട്ട് മേടിപ്പിക്കണേ. 2-3 ഗസ്റ്റുകൾ വരുന്നുണ്ട്. അവർക്ക് ചായ കൊടുക്കണം. ഗസ്റ്റോ? അതാരാ? ഞാൻ പറഞ്ഞില്ലേ അമ്മ ഒരു മനീഷയുടെ കാര്യം. ആ കുട്ടിയുടെ ഡാഡിയും മമ്മിയും. ഗോപികൃഷ്ണൻ സാറിൻ്റെ തറവാട് വീട് കരുവാറ്റയിലാണ്. 2 പേരും കൂടി അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. തറവാട്ടിലും കയറി അമ്പലപ്പുഴ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് നമ്മുടെ വീട്ടിലും വരാൻ അവരുടെ പ്ലാന്. സുശീല ഞെട്ടി. എന്തിനാ അവരിവിടെ വരുന്നത്? ആ കുട്ടിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ കാഷ്വാലിറ്റിയിൽ ഞാനുണ്ടായിരുന്നല്ലോ. സേതു അങ്കിളുടെ ബന്ധുവാണ് ആ കുട്ടി എന്നറിഞ്ഞപ്പോൾ ഞാൻ കൂടെ നിന്നു. അതിൻ്റെ സ്നേഹവും നന്ദി എന്നോടുണ്ട്. അമ്മയെ കാണാനും അത് അറിയിക്കാനും വേണ്ടിയാണ് അവർ ഇപ്പോൾ വരുന്നത്. അവരെപ്പോൾ വരും? സുശീല ചോദിച്ചു. അവർ കായംകുളം കഴിഞ്ഞു. ഹരിപ്പാടായിട്ടുണ്ടെന്നാണ് സേതു അങ്കിൾ പറഞ്ഞത്. കരുവാറ്റയിൽ ചെന്ന് കഴിഞ്ഞ്
അമ്പലപ്പുഴയ്ക്ക് തിരിയുമ്പോൾ ഗോപിയങ്ങൾ എന്നെ വിളിക്കും വഴി പറഞ്ഞു കൊടുക്കാൻ. എന്തായാലും 2 മണിക്കൂറിനുള്ളിൽ അവരവിടെ വരും. അയ്യോ, ആ സമയത്ത് ഞാൻ വീട്ടിൽ കാണില്ലല്ലോ, സുശീല പറഞ്ഞു. അമ്മയോടെ പോവും? ഞങ്ങളുടെ ചെയർപേഴ്സൺ ശ്രീലത ടീച്ചറും ഞാനും കൂടി മാന്നാറിൽ പോകാൻ തുടങ്ങുക. ടീച്ചർ ഇപ്പോൾ വരും. ഞാൻ ടീച്ചർ വരുന്നതും കാത്തു നിൽക്കുക. സുശീല പറയുന്നതും കേട്ടൊന്നും മനസ്സിലാകാതെ രജനി മിഴിച്ചു നോക്കിയിരുന്നു. എന്തിനാ മാന്നാറിൽ പോകുന്നത്? ടീച്ചറിന് ഓടിൻ്റെ ഒരു നിലവിളക്ക് വേണം. നാത്തൂൻ്റെ വീടിൻ്റെ പാലുകാച്ചലിന് സമ്മാനം കൊടുക്കാനാണ്. മാന്നാറിൽ ഒന്നാന്തരം ഓടിൻ്റെ വിളക്കുകളും പാത്രങ്ങളും കിട്ടും. അവിടെ തന്നെ അത് നിർമ്മിക്കുന്ന കുടുംബങ്ങളും ഉണ്ടേ. പോയിട്ട് നിങ്ങൾ എപ്പോഴാണ് വരിക? സൂരജ് ചോദിച്ചു. അത് പറയാൻ പറ്റില്ലടാ. അങ്ങോട്ട് പോകാൻ തന്നെ 1.5 മണിക്കൂർ എടുക്കും. ഇങ്ങോട്ടും അത്രയും വരില്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞാലും എന്നാൽ ഇന്ന് ചെല്ലണ്ട എന്ന് ഞാൻ പറയാം. അതാ മോനെ നല്ലത്. ഗോപിയങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ പറയാം അമ്മയൊന്നും വീട്ടിലില്ലെന്ന്. ഞാനൊരു കാര്യം കൂടി പറയാം. നിൻ്റെ ജോലിയുമായിട്ട് നമ്മുടെ വീടിനെ കൂട്ടിമുട്ടിക്കണ്ട. രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. നീ ചികിത്സിച്ച് ഭേദമാക്കിയവരെല്ലാം നിൻ്റെ അമ്മയെ കാണാൻ വരാൻ തുടങ്ങിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ, സുശീല പറഞ്ഞു. പക്ഷേ അമ്മേ, ഇത് അതുപോലെയൊന്നല്ല. അല്ലായിരിക്കും. എങ്കിലും ആരെ ഇങ്ങോട്ട് വിടാതിരിക്കുന്നതാണ് അമ്മയ്ക്കിഷ്ടം. മനസ്സിലായില്ലേ? ശ്രീലത ടീച്ചർ ഇതാ വന്നു. വെക്കുവാണേ. സുശീല കോള് കട്ട് ചെയ്തു. എന്നിട്ട് രജനിയൊന്ന് നോക്കി. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കും എല്ലാം അതേപോലെ രേഖപ്പെടുത്തിക്കൊള്ളൂ. വീണ്ടും ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാടാണ് കേട്ടോ. ഇന്ന് നമ്മൾ പുതിയ ടെക്നോളജിയൊക്കെ കുറച്ച് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. നോയ്സൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇത് എന്ന് തോന്നുന്നു. എന്തായാലും കേട്ടു നോക്കുക. അഭിപ്രായങ്ങൾ എന്തൊക്കെ തന്നെയായാലും അറിയിക്കാൻ മറക്കരുതേ. വീണ്ടും നമുക്ക് കാണാം എന്നുള്ള വിശ്വാസത്തിൽ നമ്മുടെ സ്വന്തം ജാഷി വയനാട്.